ഒരാളെയെങ്കിലും ഞാൻ ഹാഫിലാക്ക് തീരുമാനമെടുത്ത ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. നിന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിച്ച, നിന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിച്ച കിട്ടുന്ന പ്രതിഫലമെന്ത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവൻ മരിക്കുന്ന സമയമുണ്ടല്ലോ, അവൻ മരിക്കുന്ന സമയമുണ്ടല്ലോ, സ്വർഗത്തിലെ വീട് കണ്ടേ മരിക്കൂപ്പേ. നിന്റെ പൊന്നുമോ മരിക്കുന്നത് സ്വർഗത്തിൽ അവന് കിട്ടേണ്ട പ്രതിഫലം കണ്ടട്ടാ. എല്ലാവരെയും കരയിപ്പിച്ചിട്ട്, എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ അവന് പോകുമുപ്പേ. അവൻ മരിച്ചതിന്റെ പേരില് ആകാശം കരയുകയാ, ഭൂമി കരയുകയാ, മരങ്ങൾ കരയുകയാ, ഇലകൾ കരയുകയാ, പുൽച്ചെടികൾ കരയുകയാ, മണൽത്തരികൾ കരയുകയാ. ഇവരെ എല്ലാവരെയും കരയിപ്പിച്ചിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് അവന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാറുള്ള ഭാഗ്യം കിട്ടുകയാ. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? നിന്റെ പൊന്നുമോന്റെ മയ്യത്ത് കുളിപ്പിച്ച് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കുമല്ലോ, അവനെ കബറിനകത്ത് കൊണ്ടുവെക്കുമ്പോ അവനെ കബറിഞ്ഞൊരുക്കൂല, അവനെ കബറിഞ്ഞൊരുക്കുന്നത്, അവനെ കബറിഞ്ഞെടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നുമക്കളിൽ ഒരാളെയെങ്കിലും നീ ഒന്ന് ഖുർആൻ പഠിപ്പിച്ച, ആരുടെ മണ്ണിനകത്ത് നിന്റെ പൊന്നുമോന്റെ ശരീരം കൊണ്ട് വെക്കുമ്പോ നീ പണ്ട് പാല് കൊടുക്കുന്ന സമയത്ത് നിന്റെ മടിയിൽ വെച്ച് തലോടിയതുപോലെ കബറിഞ്ഞെടുക്കുകയാ. അവന് കബറിനകത്ത് ചോദ്യമില്ല, അവന് കബറിനകത്ത് ചോദ്യമില്ല. നിന്റെ പൊന്നുമോന്റെ ശരീരം പുഴുക്കള് തിന്നൂല. ഖുർആൻ പഠിച്ച പൊന്നുപോലെ ഈ നാട്ടിലെ ഒരു ഹാഫിലിന്റെ കബറ് എത്ര കൊല്ലങ്ങളിന്ന് നിങ്ങൾ പോയി പൊളിച്ചു നോക്കിയാൽ അവന്റെ ശരീരത്ത് ധരിച്ചിരിക്കുന്ന വെള്ളത്തുടി പോലും കീറൂല. അവന്റെ ശരീരം പുഴുക്കള് തിന്നൂല. ആരുടെ മണ്ണിനകത്തവൻ കിടന്ന് മുതുമണവാളരെ പോലെ ഉറങ്ങുകയാ. ഇന്ന് കബറടക്കിയതുപോലെ അവന് കബറിനകത്ത് കിടക്കുകയാ. മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുമല്ലോ. എങ്ങനാ വരുന്നത്? പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ കോലത്തില്, പിന്താരത്ത് കൊടികെട്ടി വെച്ച് വരുന്നവൻ, ഇഴഞ്ഞു വരുന്നവൻ, നടന്നു വരുന്നവൻ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 കോലത്തില് പടച്ചവന്റെ കോടതിയിലെ കടന്നു ചെന്നിട്ട് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാരും കരയുന്ന ദിവസമുണ്ടല്ലോ. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകത്ത് നിന്റെ പൊന്നുവോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് തന്റെ തലയുടെ മുകളിലിരിക്കുന്ന പച്ചമണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അവൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരികയാ. ഖുർആൻ പഠിച്ച നിന്റെ പൊന്നുവോ നടന്നു വരുമ്പോ അല്ലാഹു നിങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയാണ്, നിങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയാ. അവൻ അടുത്തേക്ക് വരുമ്പോ അല്ലാഹു പറയുന്നവരെ, അതാണടാ നിനക്കുള്ള പ്രതിഫലം, അതാണടാ സ്വർഗം. പൊക്കോ പൊന്നുപോരെ, പൊക്കോ പൊന്നുപോരെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പെണ്ണിനോട് വിചാരണയില്ല. അല്ലാഹു അവനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കൂല, എന്തിനാടാ അങ്ങനെ ചെയ്തത്? എന്തേ നിസ്കരിച്ചില്ല? എന്തേ ദിക്ർ പറഞ്ഞില്ല? എന്തേ വഅദ് കേട്ടില്ല? അല്ലാഹു നിന്നെ പൊന്നുമോനെ വിളിച്ചു നിർത്തിയിട്ട് ഹിസാബ് ചെയ്യൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഖുർആൻ പഠിച്ചവന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുകയാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ടവരെ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? നിന്റെ പൊന്നുമോ നടന്ന് നടന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തി, സ്വർഗത്തിന്റെ മുന്നിലെത്തി. റിദ്വാനെന്ന മലക്ക് സലാം പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയാ.
അവന്റെ കാലെടുത്തതിനകത്ത് വെക്കുകയാണ്. വലത് കാലെടുത്ത് സ്വർഗത്തിൽ വെക്ക്. മുമ്പിലാണെങ്കിൽ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാ. പുറകോട്ട് തിരിഞ്ഞു നോക്കുക. വെച്ച കാല് സ്വർഗത്തിൽ നിന്ന് ഇടത്തുകൊണ്ട് മടങ്ങി വരികയാണ്. നിന്റെ പൊന്നുമോ കരഞ്ഞുകൊണ്ട് വരികയോ. അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹു ചോദിക്കും, എന്തിനാടാ കരയുന്നത്? എന്തിനാ കരയുന്നത്? നിനക്ക് ഞാൻ സ്വർഗം തന്നല്ലോ, നിനക്ക് ഞാൻ സ്വർഗം തന്നല്ലോ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുമല്ലോ, എന്റെ വാപ്പയുണ്ടല്ലോ, എന്റെ വാപ്പയുണ്ടല്ലോ, എന്റെ ഉമ്മയുണ്ടല്ലോ, എന്റെ ഭാര്യ മക്കളുണ്ടല്ലോ, കൂടപ്പിറപ്പുണ്ടല്ലോ, ഇവരെല്ലാവരും നരകത്തിലാണ്. അല്ലോ, അവരൊക്കെ നരകത്തിന്റെ തീക്കകത്ത് കിടക്കുമ്പോ എനിക്ക് സ്വർഗം വേണ്ട പടച്ചവരെ, എനിക്ക് സ്വർഗം വേണ്ട, എനിക്കതിനകത്ത് പോയി സമാധാനത്തോടെ കഴിയൂല, അതുകൊണ്ട് ഞാൻ പോകൂല പടച്ചവരെ. എന്റെ ഉമ്മയുടെ കൂടെ എന്നെയും നരകത്തിലെറി, എന്റെ വാപ്പയുടെ കൂടെ എന്നെയും നരകത്തിലെറി. പടച്ചവന്റെ മുന്നിൽ നിന്ന് ഖുർആൻ പഠിച്ച പൊന്നുമോ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവന് പറയുന്നു, മോനെ കരയല്ലേ, മോനെ കരയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചവൻ അവരോട് പറയും, നരകത്തിലേക്ക് ചെന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള 40 പേരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേ. അല്ലാഹു പറയുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. റസൂല് പറയാ, ഒറ്റ ഹാഫിള് മതി, അവൻ എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ? 40 പേരെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 പേരെ അല്ല വാപ്പ, ഒരെണ്ണം മതി നിന്റെ വീട്ടിൽ. നിന്റെ മക്കളിൽ ഒരുത്തനെ ഹാഫിളാക്കാൻ മതി, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം അവന് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ പദവി, സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി നിന്റെ മോനാ. സ്വർഗത്തില് ഏറ്റവും വലിയ പദവികളിൽ ഇരിക്കുന്നവരിൽ നിന്റെ പൊന്നുമകനും ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുക. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഹാഫിളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ, ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിളിന് കിട്ടുന്ന അവസാനത്തെ പ്രതിഫലം എന്തെന്നറിയും? അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു മകൻ എപ്പം അള്ളാഹിനോട് കൈനീട്ടി ചോദിച്ചാലും അവൻ ചോദിക്കുന്നത് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ അള്ളാഹിനോട് എപ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും. അതാണ് ഏറ്റവും വലിയ പുണ്യം. തന്റെ മക്കള് അള്ളാഹുവെ ഖുർആൻ, നമ്മൾ കഅബയുടെ മുന്നിൽ പോയി ചോദിച്ചാൽ അള്ളാഹ് തരൂലല്ലോ. ഇവിടെ നിന്ന് പൈസ മുടക്കി കഅബ കാണുമ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരൂല. അവിടെ പോയി ചോദിച്ചാൽ പോലെ റബ്ബ് തരൂല. കാരണം എന്തേ? നമ്മുടെയൊക്കെ അല്ലേ ആൾക്കാർ. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 6666 ആയത്ത് നെഞ്ചത്ത് കൊണ്ട് നടക്കുന്ന പൊന്നുമോൻ, അവൻ കരഞ്ഞ അള്ളാഹിന് സഹിക്കൂല. അവൻ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെയും ജീവിതത്തിൽ അത് തന്നെ ആഗ്രഹം, എന്റെയും ജീവിതത്തിൽ അത് തന്നെ ആഗ്രഹം. എനിക്ക് അള്ളാഹു ഒരു പൊന്നുമോനെ തന്നിട്ടുണ്ട്. ഈ വയലിന്റെ സദസ്സിൽ 29ാമത്തെ വയസ്സിലും ഈ സുഖമില്ലെങ്കിലും എനിക്കറിയാം എന്റെ ശബ്ദവാ എന്റെ ആയുസായി ചെലവഴിക്കുന്നത്. പക്ഷേ എനിക്കൊരാഗ്രഹമുള്ളൂ, എന്റെ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിച്ചത് ഒരു ഹാഫിള, എന്റെ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിച്ചത് ഹാഫിള. അതിന്റെ മഹത്വവും അതിന്റെ പവിത്രത എനിക്കറിയാം. എന്റെ വീട്ടില് ഞങ്ങൾ 8 മക്കളാണ്, 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എന്റെ വാപ്പായ്ക്ക് ഖുർആൻ ഓതാനൊന്നും അറിയില്ല. അച്ഛന് മേശരിപ്പണിയും ഹോട്ടൽ ജോലിയൊക്കെ ജീവിച്ച മനുഷ്യനാ. പക്ഷെ എല്ലാരെയും 6 മക്കളെയും ഖുർആൻ പഠിപ്പിച്ചു. 6 പേരെയും ആലിമീങ്ങളാക്കി. എല്ലാവരും ഉസ്താദന്മാരാ. ആ മനുഷ്യൻ പോയപ്പോ നല്ല രീതിയിലാ പോയെ. ആ മനുഷ്യൻ പോയപ്പം വലിയ രീതിയിലാ പോയത്. എനിക്കും പോകുമ്പോ അതുപോലെ പോകാൻ ആഗ്രഹമുണ്ട്. റബ്ബ് സാധിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് ഉപ്പാ, പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, നിന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഇരിക്കണ ഹത്തീബിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ മോൻ പറയണം, ഉസ്താദെ ഞാൻ നിസ്കരിക്കും, മാറി നിൽക്ക്, എന്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ ഇമാമത്ത് ഞാൻ നിൽക്കും എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ നിനക്ക് വേണം. ആലോചിക്ക്. പള്ളി കൊണ്ട് ജനാസ വെക്കുമ്പോ മക്കൾ വന്നിട്ട് പറയും ഞാൻ നിസ്കരിക്കാന്ന്. ആരാ നിസ്കരിക്കണം? മുതുകുടിയൻ, കള്ളു കുടിച്ച് അടക്കുന്ന ഇമാത്തിക്കും. സ്ഥാനത്ത് മാറിക്കാൻ പറയാൻ വഴിയോ? പള്ളിയിലെ ഖത്തീബിനെ പറയാൻ പറ്റുമോ? മക്കളി കള്ളു കുടിക്കുന്നവൻ, വ്യഭിചരിച്ച് അടക്കുന്നവൻ, പലിശ തിന്നുന്നവൻ കേറി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ ആർക്ക് പറയാൻ പറ്റൂല. നീ കടന്ന് കരയേണ്ടി വരും അവിടെ കടന്ന്. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു പൊന്നുമകൻ, ആര് കരഞ്ഞില്ലെങ്കിലും നിന്റെ മക്കള് കരയുണ്ട്. ആര് കരഞ്ഞില്ലെങ്കിലും എന്റെ മോൻ, ഞാൻ മരിച്ച എന്റെ മോൻ കരയുമല്ലോ. അവൻ എന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു, പടച്ചവന്റെ ഉപ്പാന് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്താ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ
അവൻ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരിക്കണം. അള്ളാഹു അവനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. ഇതുപോലൊരാഗ്രഹം നിങ്ങൾക്കും വേണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, നീ കഷ്ടപ്പെട്ട് പ്രസവിച്ച് ഇത്രയൊക്കെ വളർത്തിയ ആ മക്കൾക്ക് നിനക്കെന്തെങ്കിലും വേണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട്